ഇതേ കോക്കാച്ചി വരുന്നു എന്ന് പറയും. അപ്പൊ ഈ കോക്കാച്ചി എന്നുള്ള എന്തൊരു ഭീകരജീവിയാണെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് എന്ത് വരും? പേടി വരും. പേടി വരുത്തുക, കണ്ടീഷൻ ചെയ്ത് കുട്ടികളെ പേടി വരുത്തിക്കുന്നതാണല്ലേ. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിത് കേറ്ററ്റ് കുറച്ച് സൈക്കോളജി കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. നമുക്കറിയാം കേറ്റന്റെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും. അതുകൂടാതെ കഴിഞ്ഞ തവണ എക്സാം എഴുതി കിട്ടാത്തവരുണ്ടാകും, നിരാശയിലിരിക്കുന്നവരുണ്ടാകും, ഇനി ആദ്യമേ തൊട്ടേ പഠനം തുടങ്ങണം, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഇനി കേറ്ററ്റ് പാസ്സാക്കേണ്ട അത്യാവശ്യമുള്ള ആളുകളുണ്ട്. അങ്ങനെ കുറച്ചധികം ടീച്ചേഴ്സ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ കേറ്ററ്റ് അത്യാവശ്യമായിട്ടുണ്ട് അല്ലെ. കേറ്ററ്റ് എന്ന് പറയുമ്പോൾ ക്വാളിഫയിങ് എക്സാം ആണ്, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്, ടീച്ചേഴ്സിന് എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സൈക്കോളജി എന്ന് പറയുന്ന ഏരിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലർക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലർക്ക് പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിട്ടുള്ള പോർഷൻസ് ആയിരിക്കും. അപ്പോൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? സൈക്കോളജി എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? അതായത് അതിനൊരു കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ സൈക്കോളജി ഈസിയാണ്, നമുക്ക് മാറിപ്പോകില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിയാഷി ആയാലും ബ്രൂണറൊക്കെ ആയാലും എവിടെയാണ് പഠിക്കേണ്ടത്, അത് ഏത് ഏരിയയിലാണ് വരുന്നത് എന്നൊന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാകാത്ത ഒരു ഇഷ്യൂസ് വരും. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്ക് ഒരു ഓർഡർ ഉണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സൈക്കോളജിസ്റ്റുകളാണ് തിയറീസ് പറഞ്ഞിരിക്കുന്നത്, ഇത് ഇന്ന ഏരിയയിൽ വരുന്ന തിയറീസ് ആണ് എന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പോർഷൻസ് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൈക്കോളജി മനസ്സിലാക്കി പഠിച്ചാലാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സൈക്കോളജി വരുന്നത്. അപ്പോൾ പലർക്കും തന്നെ ഈസിയാണ്, എല്ലാവർക്കും. ചിലർക്ക് 25 എബോ അല്ലെങ്കിൽ 30 ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്, ചിലർക്ക് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക്, കുറച്ച് ഏരിയാസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് പറയാം, കുറച്ച് കണ്ടന്റ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഏരിയ ആണ്. അതായത് മനഃശാസ്ത്ര ചിന്താധാര എന്ന് പറയും. നമുക്ക് മനഃശാസ്ത്ര ചിന്താധാര, സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ആദ്യമേ ഓർക്കേണ്ട ഒരു ഏരിയ, എത്ര സ്കൂൾ ഓഫ് സൈക്കോളജി ആണോ ഉള്ളത്, മനഃശാസ്ത്ര ചിന്താധാരയാണോ ഉള്ളത് എന്ന് പഠിക്കണം. ഫസ്റ്റ്ലി നമുക്കറിയാം സ്ട്രക്ചറലിസം അല്ലെ. സ്ട്രക്ചറലിസം, അതുകൂടാതെ ഫങ്ഷണലിസം, ഹ്യൂമനിസം, സൈക്കോ അനാലിസിസ്, ഗസ്റ്റാൾട്ട് സൈക്കോളജി, കൊഗ്നിറ്റീവിസം, ബിഹേവിയറിസം തുടങ്ങി മനഃശാസ്ത്ര ശാഖകളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജി, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന തിയറീസുകളും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ സ്ട്രക്ചറലിസം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ സൈക്കോ അനാലിസിസ്, ഗസ്റ്റാൾട്ട് സൈക്കോളജി, ബിഹേവിയറിസം, കൊഗ്നിറ്റീവിസം, ഇതൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഘടനാവാദം അല്ലെ. ഘടനാവാദം ഓർ സ്ട്രക്ചറലിസം എന്ന് പറയും. എന്താണ് ഇത്? ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് ആദ്യം പഠിക്കണം. അതായത് വില്യം വൂണ്ടാണ് സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ടാണ്. ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവേദനത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഘടനാവാദത്തില് സംവേദനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മനഃശാസ്ത്ര സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് ഏത്? ഘടനാവാദം ഓർ സംരചന മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ഓർ സ്ട്രക്ചറലിസം എന്ന് പറയും. അത് അവിടെ ഓർത്ത് വെക്കുക. ഇനി അതുകൂടാതെ നമുക്ക് ഈ വില്യം വൂണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കണം, ലോകത്തിലെ ആദ്യത്തെ പരീക്ഷണ മനഃശാസ്ത്രശാല, സൈക്കോളജിക്കൽ ലബോറട്ടറി 1879 ലിപ്സിംഗില് സ്ഥാപിച്ചു അല്ലെ. ലിപ്സിംഗില് സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. അതുകൊണ്ട് തന്നെ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്ന ആരെയാണ്? വില്യം വൂണ്ടിനെയാണ് അല്ലെ. ഇനി അത് കൂടാതെ മെയിൻ ആയിട്ട് വേറൊരു വ്യക്തി കൂടി ഉണ്ട്, E.B. ടിച്ച്നർ അല്ലെ. സ്ട്രക്ചറലിസ്റ്റിൽ വരുന്നതാണ് E.B. ടിച്ച്നർ. അദ്ദേഹം ഈ മനഃശാസ്ത്ര വിഭാഗത്തെ കൂടുതൽ ഒന്നുകൂടി വികസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പേരും കൂടി വില്യം വൂണ്ട് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, E.B. ടിച്ച്നറേയും കൂടി ഓർത്ത് വെക്കാം. ഇനി അത് കൂടാതെ നമുക്കറിയാം ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് മനുഷ്യന്റെ സചേതന അനുഭവങ്ങൾ, കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ ഒരു വസ്തുവിന്റെ ഘടനയ്ക്കാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയില്ലേ സ്ട്രക്ചറലിസം എന്താണെന്ന്? അവിടെ വില്യം വൂണ്ടിനെ ഓർത്ത് വെക്കുക, ഉപജ്ഞാതാവ് വില്യം വൂണ്ട്. ഇനി അതുകൂടാതെ ആദ്യത്തെ പരീക്ഷണ മനഃശാസ്ത്രശാല
ആരംഭിച്ചത് ലിപ്സിംഗിലെ ആരംഭിച്ചത് ആരാണ്? വില്യം വുഡാണ്. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം വുഡാണ്. ഇനി അതുകൂടാതെ E.B. ടിച്ച്നർ അതിൽ കുറച്ചുകൂടിയും, അതായത് സ്ട്രക്ചറൽസിൽ കുറച്ചുകൂടിയും പ്രാധാന്യം കൊടുത്തു അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ധർമ്മവാദം ഓർ ഫങ്ഷണലിസം എന്ന് പറയും. ഫങ്ഷണലിസം, ധർമ്മവാദം. അതായത് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള വില്യം ജെയിംസ് ആണ് സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കണം. വില്യം ജെയിംസ്, ഉപജ്ഞാതാവ് വില്യം ജെയിംസ് ആണ്. ഇനി മനസ്സിന്റെ പ്രവർത്തനം, അല്ലെ, മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഫങ്ഷണലിസം, അത് ഓർത്തു വയ്ക്കുക. വില്യം ജെയിംസ് ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് അവിടെ പ്രാധാന്യം വരുന്നു. നെക്സ്റ്റ് വരുന്നതാണ് വ്യവഹാരവാദം, ബിഹേവിയറിസം. ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? ഇതിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്, അല്ലെ. JB വാട്സൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കോളർ സൈക്കോളജിയാണ് ഇവിടെ ഈ വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നിരീക്ഷിക്കാനും അളക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് വ്യവഹാരവാദികൾ പറയുന്നത്. ഇനി JB വാട്സനെ കൂടാതെ മറ്റു വക്താക്കളെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്. ഇത്ര പേരാണ് നമുക്ക് ഇതിന്റെ മറ്റു വക്താക്കൾ, വ്യവഹാരവാദത്തിന്റെ മറ്റു വക്താക്കൾ. ഇനി ചോദക പ്രതികരണം, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്താണ് ഇത് മെയിൻ ആയിട്ട് പറയുന്നത്. ചോദക പ്രതികരണം, അല്ലെ. ചോദക പ്രതികരണം, ഈ അനുബന്ധനം. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ലേണിംഗ് തിയറീസിൽ, ബിഹേവിയറിസ്റ്റിന്റെ ലേണിംഗ് തിയറീസ് പഠിക്കുന്നത്, അല്ലെ. ഇവിടെ നമ്മൾ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കും, അല്ലെ. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് ഇറർ, അല്ലെ. ട്രയൽ ആൻഡ് ഇറർ ലേണിംഗ്. ഇനി സ്കിന്നറുടെ ഒപ്പാറാൻഡ് കണ്ടീഷനിങ് പഠിക്കും. ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇതൊക്കെ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറീസ് ആണ്, ഓർത്ത് വയ്ക്കുക. പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. SR, ചോദക പ്രതികരണം ആണ് ഏറ്റവും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും എന്താണ്? ചോദക പ്രതികരണങ്ങളാണ് എന്നാണ് വാട്സൺ അഭിപ്രായപ്പെടുന്നത്. ഇതിനെ ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് വാട്സൺ റിഫ്ലക്സുകൾ എന്നാണ് പേര് നൽകിയത്. ആ ഒരു പോയിന്റും ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹൾ എന്നീ മനഃശാസ്ത്രജ്ഞരാണ് വ്യവഹാരവാദ സമീപനത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് പഠിക്കുന്നത്, അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കണം ലേണിംഗ് തിയറീസ്, അല്ലെ. ലേണിംഗ് തിയറി, ബിഹേവിയറിസ്റ്റിന്റെ ലേണിംഗ് തിയറി ഏതൊക്കെയാണ്? ഒപ്പാറാൻഡ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതുകൂടാതെ ട്രയൽ ആൻഡ് എറർ ഒക്കെ പഠിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ബിഹേവിയറിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് സമഗ്രത മനഃശാസ്ത്രം, ഗെസ്റ്റാൾട്ടിസം. ഇവിടെ നോക്കിക്കോളാം. നമുക്ക് ഈ മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വെർത്തീമർ ആണ്. കൊഫ്ക, കൊഹ്ലർ, വെർത്തീമർ ഇവരാണ് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. കൊഫ്ക, കൊഹ്ലർ, വെർത്തീമർ. ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വെർത്തീമർ ആണ്. മറ്റ് വക്താക്കളായിട്ട് വരുന്നത് കൊഫ്കയും കൊഹ്ലറുമാണ്. കൊഹ്ലർ. ഇനി ഇതിന്റെ കേന്ദ്രാശയം എന്ന് പറയുമ്പോൾ എന്താണ്? ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത. ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പൊ അവിടെ സമഗ്രതാവാദിന്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് എന്താണ്? ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത എന്ന് പറയുന്നത്. അതായത് ഒരു ഹോൾ ആയിട്ടുള്ള ഒരു അറിവ് അവിടെ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഓർക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ ഒരു ചെമ്പരത്തിപ്പൂവിനെ പറ്റി പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ചെമ്പരത്തിപ്പൂവ് നമ്മളിങ്ങനെ കൊണ്ടുപോയി, ചെമ്പരത്തിപ്പൂവ് ഇതാണ്, അല്ലെങ്കിൽ ഇതിന് റെഡ് കളറാണ്, അതിന് 5 അല്ലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുട്ടികളിലെ ക്യാപ്ചർ ചെയ്യാണ്ട് സാധിക്കില്ല, അല്ലെ. അപ്പോ ആ ഒരു ചെമ്പരത്തിപ്പൂവ് കറക്റ്റ് ആയിട്ട് അത് കൊടുത്ത്, അല്ലെ, അത് കണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അറിവാണ് ആ കുട്ടികൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കിട്ടും ചെമ്പരത്തി പൂവിന് 5 ഇതളുണ്ട്, റെഡ് കളറാണ് എന്നപ്പോൾ കുട്ടികൾക്ക് എന്താണ് സമഗ്രമായിട്ടുള്ള ഒരു അറിവാണ് അവിടെ കിട്ടുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് ചെന്നു, ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ഓൾറെഡി നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു പുസ്തകം തുറന്ന് പഠിപ്പിക്കുമോ? അതായത് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയില്ല, അല്ലെ. നമ്മൾ ഓൾ ഓവർ ആ ചാപ്റ്ററിനെ പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ചാപ്റ്ററിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഏതൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെ. കുട്ടികൾക്ക് അപ്പൊ ആ ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അറിവാണ് അവിടെ നമ്മൾ ആദ്യമേ കൊടുക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത, ഹോൾ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ സമഗ്രത
ഗസ്റ്റാൾട്ടിസത്തിലാണ് നമ്മൾ തിയറീസുകൾ പഠിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഗസ്റ്റാൾട്ട് ലോസുകൾ പഠിക്കും അല്ലെ. ഗസ്റ്റാൾട്ട് ലോസ്, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ആ ഒരു പോയിന്റ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മിക്ക കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടേക്കുന്നതാണ്. ഇനി അത് കൂടാതെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അല്ലെ. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. നമ്മൾ ചിമ്പാൻസിയിലൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി, സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിലൊക്കെ എക്സ്പെരിമെന്റ് നടത്തിയതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ തിയറിയാണ് ഫീൽഡ് തിയറി, ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയും. ഫീൽഡ് തിയറി, ക്ഷേത്ര സിദ്ധാന്തം അല്ലെ, ക്ഷേത്ര സിദ്ധാന്തം. ഇത് 3 തിയറീസ് ആണ് നമ്മൾ ഗസ്റ്റാൾട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ഗസ്റ്റാൾട്ട് ലോസുകള്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, അതുകൂടാതെ ഫീൽഡ് തിയറി. ഇത് 3ഉം ഗസ്റ്റാൾട്ട് ലോസിൽ വരുന്നതാണ്. ഇത് നമ്മൾ ഗസ്റ്റാൾട്ട് ലേണിംഗ് തിയറീസിൽ പഠിച്ചു വെക്കേണ്ട പോയിന്റുകൾ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായിട്ടുള്ള ഒരു അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് ആരനുശാസിക്കുന്നുണ്ട്? ഗസ്റ്റാൾട്ട് സൈക്കോളജി അനുശാസിക്കുന്നുണ്ട്. ഇനി അതിന്റെ മാക്സ് വെർത്തിമർ, കൊഫ്ക, അതുകൂടാതെ കൊഹ്ലർ എന്നീ 3 പേരാണ് എന്ത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാനസിക അപകടം, സൈക്കോ അനാലിസിസ്. ഇവിടെ നമ്മൾ എന്താണ് ഈ മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇവിടെ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറീസ് ഒക്കെ നമ്മൾ ഒത്തിരി പഠിക്കുന്നതാണ്. അതുകൂടാതെ കേറ്ററ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് മനുഷ്യ മനസ്സിനെ ആദ്യമായിട്ട് വിശകലനം ചെയ്ത് ഫ്രോയിഡ് ആണ് അല്ലെ. ഇവിടെ നമുക്കറിയാം ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ തിരിച്ചിരിക്കുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആ ഒരു പോയിന്റ് ഒക്കെ അവിടെ ഓർത്തു വയ്ക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മാനസിക അപകടത്തിൽ നിന്ന് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ് ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാനവിക സമീപനം, ഹ്യൂമനിസം എന്ന് പറയും. അപ്പൊ ഇവിടെ മനസ്സിനാണ് അല്ലെങ്കിൽ ഇവിടെ മനുഷ്യനാണ് ഇമ്പോർട്ടന്റ് അല്ലെ. മാനവിക സമീപനം, ഹ്യൂമനിസം, അതായത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പുതിയ ഒരാശയമാണ് ഈ മാനവിക സമീപനം എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ നന്മയിലും സൃഷ്ടിയോന്മുഖമായിട്ടുള്ള സ്വഭാവത്തിലാണ് നമുക്ക് മാനവിക സമീപനം വിശ്വസിക്കുന്നത്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അല്ലെ. സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് ആര് പറയുന്നത്? മാനവിക സമീപനത്തിന്റെ ആ ഒരു വക്താക്കൾ മെയിൻ ആയിട്ട് അവിടെ പറയുന്നത്. ഇനി നമുക്കറിയാം മനുഷ്യന്റെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വിശകലനം നടത്തുന്നു. അവിടെ മെയിൻ ആയിട്ട് അതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് കോൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഗ്ലേസർ, കോംസ് എന്നിവരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വക്താക്കൾ. ഈ പേരുകളോടെ എന്ത് തന്നെ ആയാലും പഠിച്ചു വെക്കണം. ഏതാണ് മാനവിക സമീപനം? കോൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഗ്ലേസർ ആൻഡ് കോംസ് എന്നിവരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വക്താക്കളായിട്ട് എടുത്തു പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വൈജ്ഞാനിക സമീപനം, കൊഗ്നിറ്റിവിസം എന്ന് പറയും. ഇതിന്റെ നൂതനമായിട്ടുള്ള ഒരു ആശയം കൂടിയുണ്ട്, സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെ. സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അപ്പോ ഇവിടെ എന്താണ് കൊഗ്നിറ്റീവ് വൈജ്ഞാനികം എന്ന് പറയുന്നത്? വിജ്ഞാന ശകലങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതുകൂടാതെ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നും അതുകൂടാതെ എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വാംശീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ മനഃശാസ്ത്ര സ്കൂൾ ഓഫ് സൈക്കോളജി മനഃശാസ്ത്ര ശാഖ പറയുന്നത്. അത് ഇവിടെ ഓർത്ത് വെക്കാം. അതുകൂടാതെ ഒരു വ്യക്തിയുടെ പഠനം, ഓർമ്മ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവയെ വിജ്ഞാന ശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വൈജ്ഞാനിക സമീപനത്തിന് മനഃശാസ്ത്ര വിശകലനം നടക്കുന്നത്. അത് ഇവിടെ ഓർത്തു വയ്ക്കണം. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വക്താക്കളാണ് ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഒസുബൾ, കാർട്ട് ലെവിൻ എന്നിവർ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വക്താക്കൾ. ഇനി സോഷ്യോ കൊഗ്നിറ്റീവ് നൂതനമായിട്ടുള്ള ആശയം എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അവിടെ വൈഗോഡ്സ്കി അല്ലെ. വൈഗോഡ്സ്കിയെ നമ്മൾ ഓർത്തു വയ്ക്കണം. വൈഗോഡ്സ്കി അവിടെ ഓർത്തു വയ്ക്കണം. ഈ വൈഗോഡ്സ്കി ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് സൈക്കോളജിയിൽ. കേറ്ററ്റിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ വൈഗോഡ്സ്കിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വൈഗോഡ്സ്കി DZPDയും MKOs ഒക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം കേറ്ററ്റ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ.
അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കേറ്ററ്റിന്റെ പഠനം തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡിസംബർ കഴിഞ്ഞിട്ട് ഒക്കെ വരുള്ളൂ. ആ സമയമൊക്കെ ആകുമ്പോഴേക്കാണ് പഠിച്ചു തുടങ്ങിയ മതി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കേറ്ററ്റിന്റെ ആ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ സൈക്കോളജി മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ K1 എഴുതുന്നവർക്ക് EVS പഠിക്കാനുണ്ട്. അതുകൂടാതെ K2 സോഷ്യൽ സയൻസ് അങ്ങനെ ഒത്തിരി ആ ഒരു സബ്ജക്ട് SC ടെക്സ്റ്റുകൾ പുതിയതായിട്ട് മാറി വന്നിരിക്കുന്ന SC ടെക്സ്റ്റുകളാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്താണ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് കേറ്ററ്റിനെ ബേസ് ചെയ്തിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ മെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കുന്നത്. ആ ഒരു മെന്ററിന്റെ ഗൈഡൻസോട് കൂടിയും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഒരു ദിവസം പഠിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അതുകൂടാതെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാത്രിയാണ് അല്ലെ. രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഈ സമയത്താണ് നമ്മൾ എന്താണ് ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൂടാതെ PYQ സെഷൻസ് ഇതിന് മുന്നേ കഴിഞ്ഞ എല്ലാ സബ്ജക്റ്റിന്റെയും PYQ സെക്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ വീക്കിലി എക്സാംസുകൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻസ് ഏരിയാസ് ഇതൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. എക്സാംസിലായാലും ആ വീക്ക് എന്താണോ പഠിച്ചത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എക്സാംസിൽ പഠിക്കുന്നത്. അപ്പോൾ ഓരോ വീക്കും കറക്റ്റ് ആയിട്ട് പഠിച്ച് ആ വീക്ക് എന്താണ് പഠിച്ചത് എന്നതിന്റെ ആ ഒരു ഇവാലുവേഷൻ വീക്കിൽ വരുന്ന എക്സാംസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഓരോ ആഴ്ചയും സാറ്റിസ്ഫൈ ചെയ്ത് പഠിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാണ് 8590835668. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും സത്യം അന്വേഷിക്കുന്നു, പഠിതാവിന്റെ വ്യവഹാരം പഠിക്കുവാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു, ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ്, ഒരു പ്രായോഗിക പെരുമാറ്റ ശാസ്ത്രമാണ്. ഇതിലേതായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതായത് തെറ്റായ പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവിടെ എന്താണ് ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ് എന്നുള്ളതാണ് എന്ത് അവിടെ തെറ്റായ പ്രസ്താവന. ഇനി ഇവിടെ നോക്കിക്കോളുക, ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ജോൺ ഡൂയി, RS വുഡ്വർത്ത്, EB ടീച്ച്നർ, EL തോണ്ടേക്ക്. EB ടീച്ച്നർ ആണ് അല്ലെ. കുറച്ച് മുന്നേ നമ്മൾ അവിടെ പഠിച്ചു പോയതാണ്. EB ടീച്ച്നർ ആണ് നമുക്ക് എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ നമുക്കറിയാം ഘടനാവാദത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? വില്യം വൂണ്ടാണ് അല്ലെ. വില്യം വൂണ്ടാണ് വക്താവ് വില്യം വൂണ്ടാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് വിളിക്കും അല്ലെ. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആരാണ്? സൈക്കോളജി എന്ന് പറഞ്ഞാൽ വില്യം വൂണ്ടാണ്. അദ്ദേഹം ലിപ്സിംഗിലെ ആദ്യത്തെ പരീക്ഷണ മനഃശാസ്ത്രശാല അല്ലെ, പരീക്ഷണ മനഃശാസ്ത്രശാല ആരംഭിച്ചു. ആ പോയിന്റ് ഒക്കെ ഓർത്തു വെക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. കണ്ടീഷനിങ് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ വാചകം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പട്ടി മണിനാദം ശ്രവിക്കുന്നു, പട്ടി ആഹാരം കാണുന്നു, മണിനാദം കേൾക്കുന്നു, ഉമിനീർ ശ്രവിക്കുന്നു. മണിനാദം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു, ഭക്ഷണം കണ്ട ഉടനെ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? മണിനാദം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു അല്ലെ. കണ്ടീഷനിങ് ശേഷം അല്ലെ. ഈ കണ്ടീഷനിങ് ശേഷം അതുകൂടാതെ എന്താണ് ഈ നായ അല്ലെ, ഡോഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ആരെ ഓർക്കേണ്ടത്? പാവ്ലോവിനെയാണ് ഓർക്കേണ്ടത് അല്ലെ. പാവ്ലോവിന്റെ തിയറി ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി ഇത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വരുന്നതാണ്? ഏത് സ്കൂൾ ഓഫ് സൈക്കോളജി? ബിഹേവിയറിസം അല്ലെ, വ്യവഹാരവാദം ഓർ ബിഹേവിയറിസം. മലയാളത്തിൽ നമ്മൾ വേറൊരു വേർഡ് പറയും, ചേഷ്ടാവാദം അല്ലെ, ചേഷ്ടാവാദം എന്നുകൂടി പറയും. അപ്പോ ഇവിടെ എന്താണ്? പാവ്ലോവ് ആരിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത്? നായയിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത് അല്ലെ. ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് ബിഎഡിനും അല്ലെങ്കിൽ എന്താണ് TTC ഒക്കെ പഠിച്ചു പോയേക്കുന്നതാണ്. അപ്പോ ഇവിടെ നമുക്കറിയാം ഇത് SR അല്ലെ, SR ആണ്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആണ് അല്ലെ. ചോദക പ്രതികരണം, ഒരു ചോദകം ഉണ്ടെങ്കിലാണ് എന്ത് ഒരു പ്രതികരണം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കണ്ടീഷനിങ് ശേഷം, കണ്ടീഷൻ ചെയ്തെടുത്തതിന് ശേഷം
ഉള്ള ബന്ധം എന്ന് പറയുമ്പോൾ മണിനാദം കേൾക്കുമ്പോൾ പട്ടി ഉമിനീര് സ്രവിക്കുന്നു. ഈ മണിനാദം കേൾക്കുമ്പോൾ ഏതെങ്കിലും പട്ടിക്ക് ഉമിനീര് വരുമോ? ഇല്ല. അവിടെ കണ്ടീഷൻ ചെയ്ത് വച്ചിരിക്കുകയാണ് അല്ലെ. മണിയടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, മണിയടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അപ്പൊ അവിടെ നായ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെയ്യും. അതായത് എനിക്ക് ഇപ്പോ ഫുഡ് കിട്ടും എന്ന് നായ കണ്ടീഷൻ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് മണിയടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നായക്ക് ഉമിനീർ വരുന്നത്. അപ്പൊ അതാണ് കണ്ടീഷനിങ് ശേഷമുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ എടുത്തു പോകുന്നതാണ് ക്വസ്റ്റ്യൻസുകൾ. ഇതിൽ നിന്ന് ഇത്രയും നാളും വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൽ നിന്ന് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ അല്ലാതെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കൂടാ. താഴെ പറയുന്നതിൽ പ്രത്യക്ഷണ നിയമം ഏത് എന്നാണ് ചോദിക്കുന്നത്. ചോദക വിവേചന നിയമം, സമ്പൂർണ്ണ നിയമം, വിലോപ നിയമം, പുനഃപ്രാപ്തി നിയമം. ഏതാണ്? സമ്പൂർണ്ണ നിയമം അല്ലെ. സമ്പൂർണ്ണ നിയമം. പ്രത്യക്ഷണ നിയമം, സമ്പൂർണ്ണ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഗസ്റ്റാൾട്ട് ലോസ് ആണ് അല്ലെ. ഗസ്റ്റാൾട്ട് ലോസിൽ വരുന്നതാണ്. അതായത് ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രോക്സിമിറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ് അല്ലെ. ആ ഒരു പോയിന്റ്, ആ ഒരു പിക്ചർ അടക്കം നമ്മളൊക്കെ ഓർത്ത് വെക്കുക. നമ്മളൊരു സ്റ്റാർ ഒക്കെ ഇട്ട് പഠിക്കും, അല്ലെങ്കിൽ റൗണ്ട് വരച്ച് അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഗസ്റ്റാൾട്ട് ലോസുകൾ പഠിച്ചേക്കുന്നതാണ്. ഇനി ചോദക വിവേചന നിയമം, വിലോപ നിയമം, പുനഃപ്രാപ്തി, ഇതൊക്കെ ഏതാണ്? ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ അല്ലെ. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഇനി വിലോപം എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്റ്റിങ്ഷൻ അല്ലെ. എക്സ്റ്റിങ്ഷൻ. പുനഃപ്രാപ്തി എന്ന് പറയുമ്പോൾ എന്താണ്? സ്പോണ്ടേനിയസ് റിക്കവറി അല്ലെ. സ്പോണ്ടേനിയസ് റിക്കവറി. എന്തായിരിക്കാം ഈ ചോദക വിവേചനം? ഇത് ഏതിൽ വരുന്നതാണ് ഈ ചോദക വിവേചനം, വിലോപ നിയമം, പുനഃപ്രാപ്തി എന്നൊക്കെ പറയുന്നത്? ഇത് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ. അത് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അതായത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നായ എന്താണ്? സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് വരുന്നത്. അതായത് മണിയടിയോട് സമാനമായിട്ടുള്ള ഏത് ശബ്ദത്തോട് നായ ഒരേ രീതിയിൽ പ്രതികരിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേറ്റ് താഴെ വീണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഐസ്ക്രീംകാരൻ മണിയടിച്ച് റോട്ടി കൂടെ പോകുന്നത് കണ്ടാലും നായ വിചാരിക്കും എനിക്ക് ഇപ്പൊ ഫുഡ് കിട്ടുമായിരിക്കും എന്ന് നായ വിചാരിക്കും. അതായത് അതുപോലുള്ള ശബ്ദത്തോട് ഒരേ രീതിയിൽ പ്രതികരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നായ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. അതായത് വിവേചിച്ചറിയും. എനിക്ക് ഏത് രീതിയിലുള്ള മണിയടിച്ചാലാണ് എനിക്ക് ഫുഡ് കിട്ടുക എന്ന് നായ അവിടെ തിരിച്ചറിയും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വിലോപം, എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് കുറേ നാള് മണിയടിച്ച് ഫുഡ് കൊടുത്തു അങ്ങനെയാണല്ലേ. അപ്പൊ അതായത് മണിയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നായ കണ്ടീഷൻ ചെയ്യും എനിക്ക് ഇപ്പൊ ഫുഡ് കിട്ടായിരിക്കും എന്ന് വിചാരിച്ച് നായയിൽ ഉമിനീര് വരും. പക്ഷെ കുറെ കഴിഞ്ഞ് നമുക്കൊന്ന് എക്സ്പെരിമെന്റ് കുറച്ച് കഴിയുമ്പോൾ മാറ്റി കൊടുക്കാം. അതായത് മണിയടിച്ചു ഫുഡ് കൊടുക്കുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ എന്താണ്? നായക്ക് ഉമിനീര് വരും. പിന്നെ ആ ഒരു ഉമിനീരിന്റെ ആ ഒരു അളവ് കുറഞ്ഞു വരും. അപ്പൊ നായ അവിടെ വീണ്ടും കണ്ടീഷൻ ചെയ്യും. അതായത് ഇവര് മണിയടി മാത്രമേ ഉള്ളൂ, എനിക്ക് വലിയ ഫുഡൊന്നും തരലില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ ഉമിനീര് വരുത്തി നോക്കിയിരുന്നിട്ട് എന്ന് വിചാരിക്കും. അങ്ങനെ നായ ആ ഒരു സ്വഭാവം മറന്നു പോകും. അതിനെയാണ് നമ്മൾ വിലോപം, എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് പുനഃപ്രാപ്തി. ഈ വിലോപം വഴി ഇല്ലാതാക്കിയ സാധനത്തിന് വീണ്ടും നമുക്ക് എന്താണ്? കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇത് എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? നമുക്ക് കണ്ടീഷൻ ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ പാവ്ലോവ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ കുട്ടികളിൽ പല ഇതിനോടുള്ള പേടി ഉണ്ടാകും, അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, കണ്ടീഷൻ ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി ഇല്ലാത്ത സംഭവത്തിന് നമുക്ക് പേടി വരുത്താനായിട്ട് സാധിക്കും, കണ്ടീഷൻ ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെ. അതാണ് ചില കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാതായി കഴിയുമ്പോൾ നമ്മൾ പറയും കോക്കാച്ചി വരുന്നു എന്ന് പറയും. അപ്പൊ ഈ കോക്കാച്ചി എന്നുള്ള എന്തൊരു ഭീകരജീവിയാണെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് എന്ത് വരും? പേടി വരും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് കോക്കാച്ചി വരും എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അതെന്താണ്? ഒരു പേടി വരുത്തുക, കണ്ടീഷൻ ചെയ്ത് കുട്ടികളെ പേടി വരുത്തിക്കുന്നതാണല്ലേ അവിടെ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ജെറോമസ് ബ്രൂണറിന്റെ സംഭാവന ഏത് എന്നാണ് ചോദിക്കുന്നത്. കണ്ടെത്തൽ പഠനം, ഉൾക്കാഴ്ച പഠനം, നിരീക്ഷണാത്മക പഠനം, ശ്രമ പരാജയം. ഏതായിരിക്കാം? കണ്ടെത്തൽ പഠനം അല്ലെ. ഡിസ്കവറി ലേണിംഗ് അത് ഓർത്ത് വെക്കണം. ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ പോർഷൻസുകൾ നമ്മൾ ആദ്യമേ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇപ്പോൾ പഠിച്ചത് സ്കൂളർ സൈക്കോളജി ആണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഹ്യൂമനിസം പഠിച്ചു, സ്ട്രക്ചറലിസം, ബിഹേവിയറിസം, അങ്ങനെ ഒത്തിരി അധികം പോർഷൻസുകൾ നമ്മൾ അവിടെ കവർ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരു ക്ലാസ്സസുമായിട്ട്, നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ജോയിൻ ചെയ്യുന്ന കോൺടാക്ട് നമ്പർ ഇതാണ് 8589083568. താങ്ക് യു.
താങ്ക്